എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കും ഉദ്യോഗസ്ഥ അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി യുവജന മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതേസമയം കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് നീളുകയാണ്. ഇടനിലക്കാർ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന് കൈമാറിയ ബാങ്ക് അക്കൗണ്ട് മുംബൈ താനെയിൽ ഒരു സ്വകാര്യ കമ്പനിയുടേതാണെന്ന് വിജിലൻസ് കണ്ടെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഇ ഡിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തമാകുന്നു. ഡിവൈഎഫ്ഐയുടെ മാർച്ച്, വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് അവിടെ നടക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ഇ ഡിയും ഇടനിലക്കാരും ചേർന്ന് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അന്ന് തന്നെ ഈ അനീഷ് ബാബു ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞത് മുംബൈയിലുള്ള ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുക എന്നുള്ളതായിരുന്നു. അതായത് മുംബൈ കേന്ദ്രീകരിച്ച് ഒരു വലിയ വിഭാഗം, ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനും ഇടനിലക്കാരായി നിന്ന് ആ പണം അവിടെ കൊണ്ടുപോകാനും. അതായത് എങ്ങനെയാണോ കള്ളപ്പണം ആളുകൾ വെളുപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇ ഡിയിലെ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി മുംബൈ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ അഴിമതി പണം വെളുപ്പിക്കുന്നു. അതായിരുന്നു രീതി എന്ന് തോന്നുന്നു. ഉമേഷ്. അതെ സിജു, ഇതിപ്പോൾ 3 പേരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തിപ്പോൾ വിജിലൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്നത്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. അല്പം മുമ്പ് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞത് ഈ 3 പേരിൽ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരാണ്. ഇയാളാണ് പ്രധാന ഇടനിലക്കാരനായി വിജിലൻസ് കാണുന്നത്. അയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ അടക്കമുള്ളവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച്, തുടർ വിവരങ്ങളനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ 1-ാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥനായ കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ്. ഇദ്ദേഹത്തിന് ഇതുവരെ വിജിലൻസ് നോട്ടീസ് അയച്ചിട്ടില്ല. അത് കാത്തിരിക്കുകയാണ് വിജിലൻസ്. പ്രധാനപ്പെട്ട തെളിവുകളടക്കം ശേഖരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് വിജിലൻസ് SP അറിയിച്ചത്. ഇന്ന് ഈ വിജിലൻസ് SP ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ നിന്ന് അതായത് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാന പ്രതി, 1-ാം പ്രതി എന്ന് പറയുന്നത് ശേഖർ കുമാറാണ്. ശേഖർ കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റിലായത് 3 പേർ മാത്രമാണ്. ഇടനിലക്കാരനായ വിൽസൺ, മുകേഷ്, അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് നായർ. ഈ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടോ? എന്താണ് വിജിലൻസിന്റെ ഒരു വാദം ഇപ്പോൾ? എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും കാര്യം വിജിലൻസ് SP പറഞ്ഞോ ഇന്ന്? അതെ, SP വിശദീകരിച്ചത് ഈ 3 പേർ, അവർക്കെതിരെ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് ശക്തമാണ്. 3 പേർക്കെതിരെയും തെളിവുകൾ ശക്തമായതുകൊണ്ടാണ് നേരിട്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് പോയത്. എന്നാൽ അതേസമയം 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ 1-ാം പ്രതി ആക്കിയത് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. അതിനല്പം കൂടി സമയം വേണ്ടിവരും. കാരണം ഇ ഡി ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് ആരോപണങ്ങൾ വന്നേക്കാം. അതെല്ലാം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം ഇടനിലക്കാർക്കെതിരെ വളരെ കൃത്യമായ തെളിവുകൾ ആദ്യമേ ലഭിച്ചു. അതുകൊണ്ടാണ് അവരുടെ അറസ്റ്റിലേക്ക് പോയത്. ഇത് ഈ 1-ാം പ്രതിയെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ വിശദമായ പരിശോധന നടത്തും, അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിൽ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാൽ മറ്റ് 3 പ്രതികൾക്കെതിരെ ഉണ്ടായ അതേ നടപടി ഇ ഡി ഉദ്യോഗസ്ഥനെതിരെയും ഉണ്ടാകും. കൂടുതൽ പേരിലേക്കൊക്കെ അന്വേഷണം എത്തും എന്ന സൂചന തന്നെയാണ് SP ഇന്ന് പങ്കുവച്ചത്. ഏതായാലും വിശദമായ അന്വേഷണം നടക്കുകയാണ്. അതേസമയം സിജു ചോദിച്ചതുപോലെ തന്നെ വലിയ പ്രക്ഷോഭം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി DYFI കൊച്ചി ED ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ജോസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കൊച്ചി ED ഓഫീസിന് മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം നടന്നു. ED BJPയുടെ രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് VK സനോജ് ചൂണ്ടിക്കാട്ടിയത്. വേട്ടപ്പട്ടികളായി മാറുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നതടക്കമുള്ള ശക്തമായ ആരോപണങ്ങൾ VK സനോജ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇത്തരം തുടരുകയാണെങ്കിൽ കേരളത്തിലെ ED ഓഫീസുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നും VK സനോജ് മുന്നറിയിപ്പ് നൽകിയുണ്ടായി. ഏതായാലും DYFIയുടെ മാർച്ച് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് DYFI വ്യക്തമാക്കുന്നത്. ഉമേഷ്, ഇതിനകത്ത് മറ്റൊരു പ്രശ്നം, ഇപ്പം നേരത്തെ വിജിലൻസ് SP പറഞ്ഞതുപോലെ തന്നെ മൊഴിയുടെ മറ്റ് അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി ഇരിക്കുന്നത്. പക്ഷേ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകളുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ്. ഇതിൽ ഒരുപക്ഷെ നമുക്കറിയാം ED ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയും പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ വഴികളും അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലായിരിക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുക. നേരിട്ട് പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇടനിലക്കാരനെ ഉപയോഗിക്കുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകളടക്കം, മൊബൈൽ ഫോൺ അടക്കം, ലാപ്ടോപ്പ് അടക്കമുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മഹാരാഷ്ട്രയിലേക്ക് നീളുന്ന അന്വേഷണം, മഹാരാഷ്ട്രയിലെ ബാങ്ക് അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് എവിടേക്കാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസിന് ശരിയായ രീതിയിൽ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്കറിയാം ED പോലൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ
പ്രതിയാക്കി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് സ്ഥിരശ്രമകരമായ പണിയാണ്. പക്ഷേ എന്നാൽ പോലും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിനെടുക്കുന്ന കാലതാമസമായിരിക്കാം ഒരുപക്ഷെ ശേഖർ കുമാറിനെയും വിനോദിനെയും ഈ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാലതാമസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കരുതാമോ നിലവിൽ? അതെ, അങ്ങനെ തന്നെയാണ് സിജു. അദ്ദേഹം പറഞ്ഞത് അല്പം കൂടി കാത്തു നിൽക്കാനാണ്. കാരണം പെട്ടെന്ന് ചാടിക്കേറിയ ഒരു നടപടിയിലേക്ക് പോകാതെ എന്തൊക്കെയാണ് തെളിവുകൾ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുക. ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രഞ്ജിത്ത് വാര്യരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ അടക്കമുള്ളവ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ വിജിലൻസ് പരിശോധിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഡേറ്റകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലതും മായ്ച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഒരുപക്ഷെ ഈ ED ഉദ്യോഗസ്ഥനും ഇവരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം അടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ മുംബൈയിലെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ചാണ്. ഈ വ്യവസായിയായ അനീഷ് ബാബുവിനോട് ഒരു ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ട് അതിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി പറയുകയാണ്. അത് പരിശോധിക്കുമ്പോൾ മുംബൈ താനെയുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടാണ്. അതാരാണ് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥൻ? അവരും ED ഉദ്യോഗസ്ഥനും തമ്മിൽ എന്താണ് ബന്ധം? അതല്ലെങ്കിൽ ഇടനിലക്കാരുമായി എന്തൊക്കെയാണ് അവർക്ക് ബന്ധം? തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുടെ ചുരുളഴിയാനുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത വന്ന ശേഷം തെളിവുകൾ ശക്തമായാൽ ആവശ്യമെങ്കിൽ ED ഉദ്യോഗസ്ഥനും ED ഉദ്യോഗസ്ഥനെതിരെയും തെളിവുകൾ ലഭിച്ചാൽ അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. അത് എന്നേക്കുമായി വൈകും എന്നൊന്നും SP പറഞ്ഞിട്ടില്ല. ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് തെളിവുകൾ ലഭിച്ചാൽ ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്ന നടപടിയിലേക്ക് പോകും. ഏതായാലും ഒഴിവാക്കിയിട്ടില്ല, ഈ കേസിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല. ആരോപണ വിധേയരെ എല്ലാവരെയും അവർക്കെതിരെയും ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് വിജിലൻസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഉമേഷ്, ഇപ്പോൾ രണ്ടുപേരെയാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളത്. ഒന്നാം പ്രതിയായ ശേഖർ കുമാർ, പിന്നെ വിനോദ് കുമാർ. അതായത് ഈ അനീഷ് ബാബു പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയത് വിനോദ് കുമാറാണെന്നാണ് പറഞ്ഞത്. ആദ്യം രാധാകൃഷ്ണൻ്റെ പേരാണ് പറഞ്ഞത്, പിന്നെ തെറ്റിപ്പോയെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഇന്ന് വിജിലൻസ് SP പറഞ്ഞതിൽ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. അത് രേഖാമൂലം പരാതി കിട്ടുന്നുണ്ട്, ഫോൺ വഴി പരാതികൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി, അതിൻ്റെയൊക്കെ വസ്തുതകളിലേക്ക് വിശ്വാസ്യതമായ അന്വേഷണം വിജിലൻസിന് നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ആ അന്വേഷണ ഏജൻസി അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് വിജിലൻസ് ED അന്വേഷണങ്ങളുണ്ട്. ആ അന്വേഷണങ്ങളെല്ലാം വിജിലൻസിന് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പരാതികൾ, മുൻകാലങ്ങളിലുള്ള പരാതികൾ ഉണ്ടാകാം, നേരത്തെ വ്യവസായികളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം അടക്കം ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ ഈ വ്യവസായികളുടേതല്ലാത്ത ഏതെങ്കിലും പരാതിയെ സംബന്ധിച്ച് വിജിലൻസ് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? രാഷ്ട്രീയ നേതാക്കളെ അടക്കം വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വന്നിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനകൾ വിജിലൻസ് നൽകുന്നുണ്ടോ? പരാതികൾ ഒരുപാട് വരുന്നുണ്ട് എന്ന് വിജിലൻസ് പറയുന്നുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണ് പരാതിക്കാർ, എന്തൊക്കെയാണ് ആ പരാതിയുടെ സ്വഭാവം എന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായിട്ടില്ല. അതിന് കാരണം ഒരുപക്ഷെ രേഖാമൂലം ഉള്ള പരാതി ആകാത്തതുകൊണ്ടായിരിക്കാം. ഫോണിലും മറ്റുമൊക്കെയാണ് നിരവധി പരാതികൾ. ഇപ്പോൾ ഈ അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുവട് പിടിച്ച് നിരവധി പേർ പരാതിക്കാരായി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും രേഖാമൂലം വിജിലൻസിന് ലഭിച്ചിട്ടില്ല. പലതും ഫോണിലൂടെയും മറ്റുമൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഫോണിലൂടെ പറയുന്ന പരാതിയും വിജിലൻസ് ഗൗരവമായി തന്നെയാണ് എടുക്കുന്നത്. അത് രേഖാമൂലമായി ലഭിച്ചാൽ ഇപ്പോൾ കണ്ടതുപോലെ FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം തന്നെ നടത്താൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എല്ലാം സമയമെടുത്താണ് വിജിലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിലവിൽ 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് FIR ഇട്ടു. അതിൽ 3 പേരെ വിജിലൻസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള തെളിവുകൾ ശക്തമായതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വിജിലൻസ് കടന്നത്. പക്ഷേ ED ഉദ്യോഗസ്ഥർക്കെതിരെ അത്തരം നീക്കം നടത്തണമെങ്കിൽ കുറെ കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് വിജിലൻസ് SP അറിയിച്ചിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക ഇടപാട് നേരിട്ട് അവരുമായി ഒരു ഇടപാട് നടന്നതായിട്ടുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ അത് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉണ്ടെങ്കിലും അത് ഈ ഘട്ടത്തിൽ വിജിലൻസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് അത്തരം വിശദാംശങ്ങൾ വിജിലൻസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാത്തിരിക്കൂ എന്നാണ് വിജിലൻസ് SP പറഞ്ഞത്. പക്ഷേ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ അറസ്റ്റിലായ 3 പേരെ ഇനിയും ചോദ്യം ചെയ്യാൻ 24 മണിക്കൂർ കൂടി സമയമുണ്ട്. നാളെ വരെ അവരുടെ വിജിലൻസ് കസ്റ്റഡി കാലാവധി ഉണ്ട്. ആ സമയത്തിനുള്ളിൽ അവരെ കുറെ കൂടി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് എടുക്കുക. ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകൾ അതിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് വളരെ പെട്ടെന്ന് നടപടികൾ മുന്നോട്ട് നീക്കുക എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ED കൂടുതൽ കുരുക്കിലേക്കാണ്. കൂടുതൽ പരാതികൾ ED ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്നുണ്ട്. രേഖാമൂലം അടക്കം പരാതികൾ വരുന്നുണ്ടെന്നാണ് വിജിലൻസ് പറഞ്ഞു. അതോടൊപ്പം തന്നെ DYFIയുടെ പ്രതിഷേധ മാർച്ച് കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിലേക്ക് നടക്കുകയും ചെയ്തു.